നമസ്കാരം. പ്രധാന വാർത്തകൾ. KSRTC ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കാൻ പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്നും പദ്ധതി പ്രാവർത്തികമായാൽ 3 മാസത്തിനകം ശമ്പള പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുമായി ചർച്ചയ്ക്കെത്തിയ തൊഴിലാളി യൂണിയനുകളും പരിഷ്കാരങ്ങളെ പിന്തുണച്ചു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ആസാമിൽ. 8 ദിവസമാണ് ആസാമിലെ യാത്ര. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ രാത്രി താമസിക്കുന്ന കണ്ടെയ്നറുകൾ പാർക്ക് ചെയ്യാൻ സർക്കാർ സ്ഥലം അനുവദിക്കാതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. 833 കിലോമീറ്റർ സഞ്ചരിച്ച 17 ജില്ലകളിലൂടെയാണ് ആസാമിലെ യാത്ര. രാവിലെ നാഗാലാൻഡ് ആസാം അതിർത്തിയിൽ നിന്ന് യാത്ര ആരംഭിക്കും. വിവിധയിടങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കും. മണിപ്പൂരിലും നാഗാലാൻഡിലും ലഭിച്ച ജനപിന്തുണയും സ്വീകാര്യതയും ആസാമിലും ലഭിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. രവി ബിഷ്ണോയിയുടെ ബൗളിംഗ് മികവിൽ 3ാം T20I മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ തകർത്ത് പരമ്പര തൂത്തുവാരി ഇന്ത്യ. മികച്ച ബാറ്റിംഗിലൂടെ കളം നിറച്ചു കളിച്ച രോഹിത് ശർമ്മയും മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഒപ്പം 5 T20 അന്താരാഷ്ട്ര സെഞ്ചുറികൾ നേടുന്ന ആദ്യ കളിക്കാരൻ എന്ന റെക്കോർഡും മത്സരത്തിൽ ശർമ്മ സ്വന്തമാക്കി. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.